തുടച്ചു നീക്കാം ലഹരിയെ, കളിച്ചു മുന്നേറാം നാളേക്കായി എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പറവൂരിൽ 15 ദിവസം നീണ്ടുനിന്ന ഫുട്ബോൾ ക്യാമ്പ് സമാപിച്ചു. തുടർന്ന് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നോർത്ത് പറവൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് MO നിർവഹിച്ചു. വാണിയക്കാട് ചലഞ്ചേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ തുടച്ചു നീക്കം ലഹരിയെ, കളിച്ചു മുന്നേറാം നാളേക്കായി എന്ന മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടാണ് 15 ദിവസം നീണ്ടുനിന്ന ഫുട്ബോൾ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അതിനോടനുബന്ധിച്ച് നടന്ന ഫുട്ബോൾ ടൂർണമെന്റ് നോർത്ത് പറവൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് MO ഉദ്ഘാടനം ചെയ്തു. പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ റിക്കവറി വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ഇതിനൊക്കെതിരായിട്ട് ഒരു ഫലപ്രദമായ ഒരു ഡിഫൻസ് ഉണ്ടാക്കുന്ന ഏറ്റവും നല്ല മാർഗം കുട്ടിക്കാലം മുതലേ കുട്ടികളെ സ്പോർട്സ് ആക്ടിവിറ്റിയിലോട്ട് വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ്. അത് പല രാജ്യങ്ങളിലും അത് ഫലപ്രദമായി നടപ്പാക്കി അത് വിജയകരമാണെന്നും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിസ്റ്റം നമുക്ക് ഇവിടെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. വാർഡ് മെമ്പർ ജ്യോതി പ്രേംനാഥ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ലബ് പ്രസിഡന്റ് ശരത് സ്വാഗതം ആശംസിച്ചു. ജനത ആർട്സ് ആൻഡ് സ്പോർട്സ് ലൈബ്രറി സജീവ് ഒരുമ കൂട്ടായ്മ പ്രസിഡന്റ് ബിജു, ടൂർണമെന്റ് കോർഡിനേറ്റർമാരായ സുധീഷ്, ശ്രീജിത്ത്, സുഭാഷ്, കുട്ടൻ തുരുത്ത്, മാതാപിതാക്കൾ, നാട്ടുകാർ, കുട്ടികൾ എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടർ ഹനീഷ് ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഫുട്ബോൾ ക്യാമ്പിൽ പങ്കെടുത്ത ഒരു കുട്ടിയുടെ ബർത്ത്ഡേ കേക്ക് മുറിച്ച് ആഘോഷിക്കുകയും ചെയ്തു. വാശിയേറിയ ഉദ്ഘാടന മത്സരത്തിൽ ആലുവ യൂത്ത് അക്കാദമിയെ 1-0 പരാജയപ്പെടുത്തി സ്പോർട്ടിംഗ് വാണിയക്കാട് വിജയികളായി. ന്യൂസ് ബ്യൂറോ, പറവൂർ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.